വരുമാനം കുറവാണോ പ്രിയപ്പെട്ടവരെ? നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാനുള്ള അത്ഭുതകരമായിട്ടുള്ള ഇസ്ലാമിക ആത്മീയ മരുന്നാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സൂറത്തിനെയാണ് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ വമ്പൻ 12ഓളം നേട്ടങ്ങൾ, 12ഓളം വമ്പൻ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും. ഉസ്താദേ, വരുമാനമില്ല ഉസ്താദേ, ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ തന്നെ നമുക്കറിയാം വിഷമമാണ്, ദുഃഖമാണ്. വരുമാനം ഇല്ലാത്തതിൻ്റെ പേരിൽ വീട്ടിലെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഒന്നും നടക്കുന്നില്ല ഉസ്താദേ, വരുമാനം ഇല്ല, കച്ചവടത്തിൽ ബറക്കത്തില്ല, ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ പൊളിഞ്ഞു പോവാ, ഒന്നും മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നവർക്ക് വരുമാനം കൂടാൻ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. വീട്ടിൽ സമാധാനം കിട്ടാൻ, കുടുംബത്തിൽ ബറക്കത്ത് കിട്ടാൻ, പിണങ്ങിക്കഴിയുന്ന ആളുകളെ നമുക്ക് ഇണക്കത്തിലാക്കി മാറ്റാൻ. ഇപ്പോൾ അമ്മായിയമ്മമാരെ വളച്ച് കുപ്പിയിലാക്കാൻ വേണ്ടി നടക്കുന്ന, അവരെ ഒന്ന് മനസ്സിൽ, ഹൃദയത്തിലേക്ക്, കൽബിലേക്ക് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന സഹോദരിമാരുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകാരോട് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരോടെങ്കിലും ഹൃദയത്തിൽ സ്നേഹം തോന്നിപ്പിക്കണം, നമ്മളോട് ഒരു മതിപ്പ് തോന്നിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോയിൽ അതിനൊക്കെയുള്ള പരിഹാരം ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. എല്ലാവരിലേക്കും ഇൻഷാ അല്ലാഹ് വീഡിയോ അയച്ചു കൊടുക്കുക. അല്ലാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. കമന്റ് സെക്ഷനുകളിൽ ദുആ കൊണ്ട് വസിയത്തുകളൊക്കെ ഒരുപാട് പേര് അറിയിക്കുന്നുണ്ട്. അല്ലാഹു അവർക്കൊക്കെ ആശ്വാസം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു സൂറത്താണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പോലും സന്തോഷിപ്പിച്ച ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് അവതരണമായതിനു ശേഷം നബി തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയായിരുന്നു. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? ആദ്യം തന്നെ ഏതാണ് ആ സൂറത്ത് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. സൂറത്തുൽ ദുഹായാണ് പ്രിയപ്പെട്ടവരെ. ഉസ്താദ്, ഈ സൂറത്തായിരുന്നോ? ഇത് ഞങ്ങൾക്ക് അറിയുന്ന സൂറത്ത് തന്നെയാണ്, ഞങ്ങൾ ഓതുന്ന സൂറത്ത് തന്നെയാണ് എന്ന് പറയാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, അതിന് ഇത്രയേറെ മറ്റു മഹത്വങ്ങൾ കൂടിയുണ്ട് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ധാരാളം മഹത്വങ്ങൾ അതിലുണ്ട്. 12ഓളം മഹത്വങ്ങൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. ഏറെ ഉപകാരപ്പെടും. ഈ 12 കാര്യവും ജീവിതത്തിൽ ഉപകാരങ്ങളാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇന്നത്തെ ഈ ഒരു 10 മിനിറ്റ് നമുക്ക് വേസ്റ്റ് ആവുകയില്ല. അല്ലാഹു ജീവിതത്തിൽ എന്നെന്നും കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യം സൂറത്ത് നമുക്കൊന്ന് പാരായണം ചെയ്യാം പ്രിയപ്പെട്ടവരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്ദുഹാ വല്ലൈലി ഇദാ സജാ ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. സദഖല്ലാഹുൽ അലീം. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് തന്നെ പറയാം. ഒന്നാമത്തെ നേട്ടം എന്ന് പറയുന്നത് ദിവസവും പാരായണം ചെയ്തു കഴിഞ്ഞാൽ സന്തോഷം ലഭിക്കും എന്നുള്ളതാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും
നമ്മുടെ പതിവ് വാക്യ പോലെ, മുൽക്ക് പോലെ, യാസിറൂൻ അതുപോലെ ഒരു പ്രാവശ്യം ദിവസം പാരായണം ചെയ്യുക, സന്തോഷം ലഭിക്കും ജീവിതത്തിൽ. രണ്ടാമത്തെ കാര്യം, ഇത് പതിവാക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നന്ദിയുള്ള അടിമയായിട്ട് തീരും, അള്ളാഹുവിനോട് ഏറെ നന്ദി കാണിക്കുന്നവനായിട്ട് മാറുന്നതാണ്. മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ, അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന മനുഷ്യനായിട്ട് തീരുമ്പോൾ അള്ളാഹു എന്ത് ചെയ്യും? അവനിക്ക് കൊടുക്കുന്ന നിഅമത്തുകൾ, അവനിക്ക് കൊടുത്തതായിട്ടുള്ള നിഅമത്തുകൾ, അതൊക്കെ അള്ളാഹു ധാരാളമായി നൽകും. ലഇൻ ശകർതും ലഅസീദന്നകും എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ, അവനോട് നന്ദി കാണിക്കുന്ന അടിമയായി തീരുമ്പോൾ അവനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, നിഅമത്തുകൾ അള്ളാഹു വാരിക്കോരി കൊടുക്കാൻ തുടങ്ങും. ഈ സൂറത്ത് പതിവാക്കുന്നവർ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമാണ്. നാലാമത്തെ കാര്യം, നഷ്ടങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈ പിടിച്ചുയർത്തുന്നതാണ്. ഈ സൂറത്തുൽ ദുഹാ ജീവിതത്തിൽ പതിവാക്കുന്നവർക്ക്, പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ്. അഞ്ചാമത്തെ കാര്യം, കള്ളന്മാരിൽ നിന്ന് കാവൽ ലഭിക്കുന്നു എന്നുള്ളതാണ്. കള്ളന്മാര് നമുക്കറിയാം, ഏറ്റവും വലിയ കള്ളനാരാ? പിശാചാണ്, ശൈത്വാനാണ്. ആ ശൈത്വാനിൽ നിന്ന് കാവൽ, അതുപോലെ തന്നെ മറ്റു മനുഷ്യന്മാരിലെ കള്ളന്മാർ, അവരിൽ നിന്നുമുള്ള കാവലും അള്ളാഹു തആല നൽകുന്നതാണ്. ആറാമത്തെ കാര്യം, വീട്ടിൽ സമാധാനം ലഭിക്കും, വീട്ടിലൊരു സന്തോഷവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും. ഇത് എവിടെ നിന്നാണോ പാരായണം ചെയ്യുന്നത്, ഏത് വീട്ടിൽ നിന്നാണോ പാരായണം ചെയ്യുന്നത്, അവിടെ അള്ളാഹു തആല സർവ്വവിധ സന്തോഷവും നൽകുന്നതാണ് എന്നുള്ളത്. അതാണ് ആറാമത്തെ കാര്യം. വീട്ടിലെ അവസ്ഥ വല്ലാത്ത അവസ്ഥകളാണല്ലേ. അമ്മായി അമ്മയും മരുമകളും കൂടി പോര്, അതുപോലെ ചേട്ടന്റെ ഭാര്യയും അനിയന്റെ ഭാര്യയും തമ്മിൽ പോര്, നാത്തൂനും തമ്മിലുള്ള പോരുകൾ, അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പേര്, ഉമ്മയും മക്കളും തമ്മിലുള്ള പോര്. ഇങ്ങനെ പോര് കൊണ്ട് വല്ലാതെ ഇടങ്ങേറായിരിക്കുന്ന വീടുകൾക്ക് ഒരു ആശ്വാസമാണ് പുണ്യമാക്കപ്പെട്ട സൂറത്തുൽ ദുഹാ. ഏഴാമത്തെ കാര്യം, പോലുള്ള പകർച്ചവ്യാധികൾ, അതുപോലുള്ള രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ, അതിൽ നിന്നൊക്കെ സുരക്ഷാ സംരക്ഷണം അല്ലാഹു തആല തരുന്നതാണ്. അതാണ് ഏഴാമത്തെ കാര്യം. എട്ടാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടിന് ചുറ്റും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉരുക്കുകോട്ടയാക്കി തീർക്കും, കാവലിന്റെ ഉരുക്കുകോട്ട. ഈ സൂറത്ത് എന്നൊന്നും പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എട്ടാമത്തെ കാര്യം അതാണ്. വമ്പൻ നേട്ടങ്ങളാണ് പ്രിയപ്പെട്ടവർ. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള സൂറത്തൊന്നും അല്ല ഇത്. നമ്മുടെ വീടിന് ചുറ്റും അള്ളാഹു ഉരുക്കുകോട്ടയാക്കി തീർക്കും. അതിനകത്ത് ശൈത്താനോ പിശാചോ അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ശല്യമോ ഒന്നും ഉണ്ടാവുകയില്ല, ഒരു അപകടമോ ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. എട്ടാമത്തെ കാര്യം അതാണ്. ഒമ്പതാമത്തെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? വരുമാനം കുറവാണ്, നിങ്ങളുടെ വരുമാനത്തിൽ ബറക്കത്തുണ്ടാകാൻ, നിങ്ങളുടെ വരുമാനത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ബറക്കത്ത് വന്നു ചേരാൻ, നിങ്ങളുടെ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, കച്ചവടങ്ങളിൽ അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ബറക്കത്ത് ഉണ്ടാവാൻ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വരുമാനത്തിൽ ബറക്കത്ത് ലഭിക്കാൻ. അതാണ് 9. എന്ത് ചെയ്യണമെന്നറിയോ? ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം, അതായത് സുബ്ഹ്, ളുഹ്ർ, അസ്ർ, മഗ്രിബ്, ഇശ, ഈ ഫർളായ നമസ്കാരങ്ങൾക്ക് ശേഷം 17 പ്രാവശ്യം ഈ പുണ്യ സൂറത്തുൽ ദുഹാ ഓതുക. സൂറത്തുൽ ദുഹാ ഓതുക, നിബന്ധനകൾ പാലിച്ചോതുക, വുളുവോടുകൂടി, മര്യാദയോടുകൂടി, ഔറത്തൊക്കെ മറച്ച് ഖിബലയ്ക്ക് മുന്നിട്ടിരുന്നുകൊണ്ട് നല്ല രൂപത്തിൽ രൂപേണ ഒരു അതബോടുകൂടി ഓതുക എന്നുള്ളതാണ്. അത് ഓതേണ്ട എത്ര ദിവസം എന്നറിയോ? 11 ദിവസം പാരായണം ചെയ്യാം, മുടങ്ങാതെ ഓതുക എന്നുള്ളതാണ്. അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ 11 ദിവസം ആകുമ്പോഴത്തേക്ക് നമ്മുടെ വരുമാനത്തിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങും. അത് നമ്മുടെ വരുമാനത്തിലെ ബറക്കത്ത് അധികരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പ്രിയപ്പെട്ടവരെ. അത് എന്നും പാരായണം ചെയ്യാം. അങ്ങനെ നമ്മളെ കൊണ്ട് നിർത്താതെ പാരായണം ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. 11 ദിവസം മിനിമം പറഞ്ഞു എന്നേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ. എത്ര ദിവസം വേണോ അത് പാരായണം ചെയ്യാം. അപ്പൊ അതാണ് 9ാമത്തെ കാര്യം, വരുമാനം വർദ്ധിക്കും. 10ാമത്തെ കാര്യം, കച്ചവടത്തിൽ ബറക്കത്ത് വേണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ കച്ചവടത്തിൽ എടുത്തു പ്രത്യേകിച്ച് ഈ കച്ചവടത്തിന് ബറക്കത്ത് ഉണ്ടാകാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. മഹത്തുക്കൾ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നു, സുബ്ഹ് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ പുണ്യ സൂറത്ത് 40 പ്രാവശ്യം ഓതിയിട്ട് ഒരു ഗ്ലാസ് എടുത്തിട്ട് ആ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഊതിയിട്ട് എന്ത് ചെയ്യാം? 40 പ്രാവശ്യം ദുഹാ സൂറത്ത് ഓതി ഈ വെള്ളത്തിലേക്ക് ഊതി നമ്മുടെ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ഒന്നുകൊണ്ട് തളിച്ചു കൊടുക്കുക. പിന്നീട് അവിടെ ബറക്കത്തായിരിക്കും പ്രിയപ്പെട്ടവരെ. ഇങ്ങനെ തളിച്ചു കൊടുക്കുമ്പോൾ വല്ലാത്ത ബറക്കത്ത്. അതുപോലെ നമ്മുടെ കച്ചവട സാധനങ്ങളിൽ വെള്ളം വീണാൽ നശിക്കാത്ത കച്ചവട സാധനങ്ങൾ ഉണ്ടാകും. ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ തളിച്ചു കൊടുക്കും, ബറക്കത്തായിരിക്കും. സൂറത്തുൽ ദുഹാ അല്ലാഹുവിന്റെ ഖുർആനിലെ അതിൽ ഏറെ ബറക്കത്തുള്ള ഒരു സൂറത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ ചെയ്യുക. അങ്ങനെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകും. 11ാമത്തെ കാര്യം, ബന്ധങ്ങളിൽ ബറക്കത്തുണ്ടാകും. ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയോ? ദിവസവും 11 പ്രാവശ്യം ഓതുക എന്നുള്ളതാണ്. നിശ്ചിത സമയമൊന്നുമില്ല, എപ്പോഴാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ആ സമയത്ത് ഓതുക എന്നുള്ളതാണ്. 11 പ്രാവശ്യം 21 ദിവസം
ഓതിയതിനു ശേഷം നമ്മുടെ ബന്ധങ്ങളിൽ ബറക്കത്തുണ്ടാകാൻ, ഭാര്യ ഭർത്താവ് ബന്ധമെങ്കിൽ അങ്ങനെ, മാതാപിതാക്കൾ ബന്ധമെങ്കിൽ അങ്ങനെ, കൂടപ്പിറപ്പ് ബന്ധമെങ്കിൽ അങ്ങനെ, മക്കള് ബന്ധമെങ്കിൽ അങ്ങനെ, അയൽവാസി ബന്ധങ്ങളാണ്, എല്ലാ പിണക്കങ്ങളും മാറിയുള്ള നല്ല ബന്ധമായി തീരാൻ പ്രിയപ്പെട്ടവരെ ഈ പുണ്യ സൂറത്ത് ഉതകുന്നതാണ്. ഇങ്ങനെ 21 ദിവസം ഇൻഷാ അല്ലാഹ് ചെയ്യുക. ഇത് ഓതിയിട്ട് 11 പ്രാവശ്യം ഓതിയിട്ട് എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് ദുആ ചെയ്യുക. പേരെടുത്തു പറഞ്ഞ് ദുആ ചെയ്താൽ ആ പേരെടുത്തു പറഞ്ഞതിന്റെ ബറക്കത്ത് അള്ളാഹു തആല തരുന്നതാണ്. ആ പേരെടുത്ത് പറഞ്ഞ ആളുമായിട്ടുള്ള ബന്ധം അള്ളാഹു അധികരിപ്പിക്കും. 12ാമത്തെ കാര്യം, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ മുഴുവനായിട്ട് ബറക്കത്ത് ലഭിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. 12ാമത്തെ കാര്യം അതാണ്. ഉദയ സമയത്ത് സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ചൊല്ലാനും ഓതാനുള്ള ഓതി കഴിഞ്ഞതിന് ശേഷം 7 പ്രാവശ്യം സൂറത്തുൽ ദുഹ പാരായണം ചെയ്യാം. അതിനുശേഷം മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് അന്നേ ദിവസം വൈകുന്നേരം ഇങ്ങനെ ദിവസവും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും 7 പ്രാവശ്യം സൂറത്തുൽ ദുഹ പാരായണം ചെയ്യും. ഈ പാരായണം ചെയ്യുന്നവരുടെ ബറക്കത്ത് അല്ലാഹു നിത്യമാക്കി ദായിമാക്കി തരും എന്നുള്ളതാണ് 12 കാര്യങ്ങൾ. ഫുള്ള് ബറക്കത്തിന്റെ ഒരു കോട്ട തന്നെ നമുക്ക് കെട്ടിപ്പടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്താണ് ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. പ്രിയപ്പെട്ടവരെ, അതിനൊന്നും നമുക്ക് കഴിയില്ല എങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക? ഡെയിലി 1 പ്രാവശ്യം എന്ത് ചെയ്യുക? ഓതുക എന്നുള്ളതാണ്. ദുഹ ഇല്ലാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല എന്ന രൂപേണ പുണ്യമാക്കപ്പെട്ട ദുഹ സൂറത്ത് ദിവസം 1 പ്രാവശ്യം നമ്മളെ കൊണ്ടുപോകാൻ സാധിക്കണം. വലിയ വലിയ ബറക്കത്താണ് പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലുഹ സൂറത്തിനെ സ്നേഹിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാം കൊണ്ടും ഈ സൂറത്ത് ഓതുന്നതുകൂടി എല്ലാം കൊണ്ടും നമുക്ക് ബറക്കത്താണ്. അപ്പൊ നമുക്ക് എന്താ പ്രിയപ്പെട്ടവരെ, ഓതിയാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഞാൻ ഓതും ഉസ്താദ് എന്ന് തീരുമാനമെടുത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് സെക്ഷനിൽ അറിയിക്കുക. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെയൊക്കെ ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.